ദുബായിൽ കുറേ ആൾക്കാർ ജോലി ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ഒരു ദുബായിൽ ജോലി ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ പ്രഷറും ഫീൽ ചെയ്യുന്ന ഏത് ജോബ് ചെയ്യുന്നവരാണെന്നുള്ള ഒരു സ്റ്റഡി ആയിട്ട് ദുബായ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റഡിയിൽ ഇവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് സെല്ല് ചെയ്യുന്ന സെയിൽസ് പീപ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളത് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് ഞാനൊരു ക്രെഡിറ്റ് കാർഡ് സെല്ലറിൻ്റെ ഒരു സ്റ്റോറി കേട്ടു. ഞാൻ ഇന്ന് കമ്പനിയിൽ നിന്ന് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ പിന്നൊന്നും ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ക്രെഡിറ്റ് കാർഡ് വേണോ, എൻ്റെ കയ്യിൽ മഷരിക്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ താല്പര്യമില്ല, സോറി എന്ന്. അയാൾ എന്നോട് ചോദിച്ചു, മലയാളിയാണില്ലേ, സെയിൽസിലായിരിക്കും. ഞാൻ ചോദിച്ചു, അതെ എങ്ങനെ മനസ്സിലായി? അല്ല, ഈ ഒരു കോലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഞാൻ ചോദിച്ചു, ക്രെഡിറ്റ് കാർഡ് സെല്ലിങ് പരിപാടിയൊക്കെ എങ്ങനെയാണ്, സെയിൽസ് ഒക്കെ എങ്ങനെയാണ്, ടഫാണോ? പറഞ്ഞു, ടഫാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ മാസം 6 കാർഡ് സെല്ല് ചെയ്യണം, എന്നാലേ നമ്മുടെ ബേസിക് പേ 3000 കിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, 6 കാർഡ് സെല്ല് ചെയ്താൽ 3000, പിന്നെ നമ്മൾ എത്രത്തോളം കാർഡ് സെല്ല് ചെയ്യുന്ന അതിനനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ പേയ്മെന്റ് കിട്ടുന്നത്. പിന്നെ ഞാനൊരു കൗതുകത്തിൽ അങ്ങേരോട് ചോദിച്ചു, അപ്പം നിങ്ങളൊരു മാസം എത്ര കാർഡ് സെല്ല് ചെയ്യും? കാരണം എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് കസ്റ്റമർ അല്ലല്ലോ, ഒരു തവണ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പിന്നെ പുതിയ കസ്റ്റമറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് കുറച്ച് ടഫായിട്ടുള്ള പ്രോസസ്സാണെന്ന് ആസ് എ സെയിൽസ്മാൻ എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതപ്പോൾ എങ്ങനെ പരിപാടി ഇച്ചിരി കഷ്ടമല്ലേ? പറഞ്ഞു, ഇല്ലടാ, ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് 40 കാർഡ് സെല്ല് ചെയ്ത്, ഞാൻ പിന്നെ അതിൻ്റെ മുന്നത്തെ മാസം 35 കാർഡ് സെല്ല് ചെയ്ത്, ഞാൻ അങ്ങനെ ഹാപ്പിയാണ് തട്ടിമുട്ടി പോകുന്നത്. ഞാൻ ചോദിച്ചു, അങ്ങനെ 40 കാർഡൊക്കെ സെല്ല് ചെയ്യും, വാടാ, എനിക്ക് കഴിഞ്ഞ മാസം 30,000 കിട്ടി, അതിൻ്റെ മുന്നത്തെ മാസം 40,000 കിട്ടി, ഇപ്പം ഞാനൊരു കാർ മേടിച്ചു, ഞാൻ 3 മാസം കൂടുമ്പോൾ വീട്ടിലോട്ട് പോകും. ഇതൊക്കെ കേട്ടപ്പോൾ ഞാനുണ്ടല്ലോ കണ്ണ് തള്ളി പോവുകയാണ് ചെയ്തത്. സത്യം പറയാലോ, നമ്മൾ കുറേ പോളിഷൊക്കെ ചെയ്ത് ഷൂ ഇട്ട് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് ഒരു ഡയറിയും തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് നമ്മൾ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോഴത്തേന് അതിൽ നെഗോഷിയേഷനും ബാർഗെയിനിങ്ങും മാന ചേനയും ഒക്കെ കുത്തി കയറി വന്ന് മിക്കവാറും ബിസിനസ് നമ്മൾ 100-150 മാക്സിമം പോയാൽ 500 ദിർഹം. അപ്പോൾ ടാർഗറ്റൊക്കെ എത്തിക്കാന്ന് പറയുന്നത് നല്ല പാടുള്ള പരിപാടിയാണ്. ആ നേരത്താണ് ഇങ്ങനെ പറയുന്നത്, എനിക്ക് കഴിഞ്ഞ മാസം 30,000 കിട്ടി, രൂപയല്ല, ഇത് ദിർഹംസ് ആണേ. അത് കേട്ടപ്പോഴാണ് കണ്ണ് തള്ളിപ്പോയത്. ഞാൻ പറഞ്ഞു, 3 മാസം കൂടുമ്പോൾ നാട്ടിൽ പോവും. പിന്നെ മനസ്സിലായി ഈ ക്രെഡിറ്റ് കാർഡ് സെല്ലിങ് എന്ന് പറയുന്നത് കുറച്ച് അടിപൊളി പരിപാടിയാണ്. ഇത് എല്ലാവർക്കും ഇതേപോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കഴിയില്ല കേട്ടോ. സ്കില്ല് വേണം. സ്കില്ലുള്ളവനാണെങ്കിൽ അടിച്ച് പൊളിച്ച് തീരുമാനമാക്കി എടുക്കാൻ പറ്റും എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് സെല്ലിംഗ് ഒക്കെ ജോബായിട്ട് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എടാ ക്രെഡിറ്റ് കാർഡ് സെല്ലിംഗ് വേണ്ട, അത്ര നല്ലതല്ല, ഭയങ്കര പ്രഷറാണ്, കാര്യങ്ങളാണെന്നൊക്കെ. പക്ഷേ ഇനി ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം ചിലപ്പം നമ്മളത് പറയുന്നവന് സ്കില്ലുള്ളവനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓനും കൊണ്ട് ഇതേപോലെ 30, 40, 100 കാർഡൊക്കെ വിൽക്കാൻ പറ്റിയാൽ ചിലപ്പോൾ ഒരു മാസം 60,000-70,000 ദിർഹംസ് ഉണ്ടാക്കും. അപ്പോൾ ആരും കൊണ്ട് ഏതാ ചെയ്യാൻ പറ്റുക, എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആരെങ്കിലൊക്കെ ഇതേപോലെ സ്കില്ലുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് സ്കില്ലാണുള്ളത് അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ജോബ് കണ്ടെത്തുക, മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ.